ഞാൻ എൻ്റെ മോൾക്ക് ഒരു 500 രൂപ കൊടുത്തു. ഇവിടെ ആരെ ഡെബിറ്റ് ചെയ്യും, ആരെ ക്രെഡിറ്റ് ചെയ്യും? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അക്കൗണ്ട്സിലെ ആ ബോക്സസ് ഒന്ന് തുറന്നാലോ? വെൽക്കം ബാക്ക് ടു ലെഡ്ജർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട ബോക്സസ്, അതിൽ ആദ്യത്തെ ബോക്സ് നമ്മളിന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ബോക്സാണ് പേഴ്സണൽ ബോക്സ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണൽ ബോക്സ് എന്ന് പറഞ്ഞത്. ആക്ച്വലി അത് അക്കൗണ്ട്സിലെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ പേഴ്സൺ. പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ആവാം, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ എനി അതർ ഓർഗനൈസേഷൻ, ഇവരെയൊക്കെ ഈ അക്കൗണ്ട്സിനെയൊക്കെ നമ്മൾ പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ഈ പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അശോക്സ് അക്കൗണ്ട്, ദാറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ജുബിൻസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഫിലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ABC കമ്പനി അക്കൗണ്ട്, ദാറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. TST മെറ്റൽസ് കമ്പനി അക്കൗണ്ട്, ദാറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഇതൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട്സിന് എക്സാമ്പിൾ. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഇവിടെ ഈ പേഴ്സണൽ അക്കൗണ്ട് മെൻഷൻ ചെയ്യുമ്പം നമ്മൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന കേസിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യും, ഏതിനെ ക്രെഡിറ്റ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ നോർമലി ഉണ്ടാവാറുണ്ട്. അതിന് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഒരു ഗോൾഡൻ റൂളുണ്ട്, ദാറ്റ് ഈസ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ആർക്കാണോ കിട്ടുന്നത് അവരെ ഡെബിറ്റ് ചെയ്യണം. ഹൂഎവർ ഈസ് ഗിവിങ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ആർക്ക് കിട്ടിയോ അവരെ ഡെബിറ്റ് ചെയ്യും, ആര് കൊടുത്തോ അവരെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഗോൾഡൻ റൂൾ. ഫോർ എക്സാമ്പിൾ, ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ അശോക്. ഇവിടെ ആർക്കാണ് ക്യാഷ് കിട്ടിയത്? അശോക്. എന്താണ് കൊടുത്തത്? ക്യാഷാണ് കൊടുത്തത്. സോ അശോക്സ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക, ആർക്കാണോ കിട്ടിയത് അവരെ ഡെബിറ്റ് ചെയ്യുക, ആരാണോ കൊടുത്തത് അവരെ ക്രെഡിറ്റ് ചെയ്യുക. അക്കൗണ്ട്സിൽ ഏത് ട്രാൻസാക്ഷനും രണ്ട് ഇമ്പാക്റ്റാണ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. രണ്ട് സൈഡിൽ അത് അഫക്റ്റ് ആവും, എന്നാൽ മാത്രമേ അത് ടാലി ആവുള്ളൂ. സെയിം ലൈക്ക് അവർ ലൈഫ്. നമ്മുടെ ലൈഫിലാണെങ്കിൽ കൂടി ഒരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്, എന്നാലല്ലേ അത് മാച്ചായി പോവുള്ളൂ. അക്കൗണ്ട്സിൽ രണ്ട് എഫക്റ്റാണ്, അതുപോലെ തന്നെയാണ് ലൈഫിലും. എന്ത് ഇൻസിഡൻറ്റ് നടന്നാലും അതിനപ്പുറത്തൊരു വശവും കൂടെ ഉണ്ട്, എന്നാൽ മാത്രമല്ലേ അത് ടാലി ആവുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഗുഡ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു ഹിബ. ദിസ് ഇസ് എ ട്രാൻസാക്ഷൻ, റൈറ്റ്? ഇവിടെ രണ്ട് ട്രാൻസാക്ഷനാണ് നടന്നത്. ഒന്ന്, ഹിബയ്ക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. ബിസിനസ്സിനെ സംബന്ധിച്ച് അത് അവിടെ ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ നടന്നു. ആർക്കാണ് കിട്ടിയത്? ഹിബയ്ക്ക്. സോ ഹിബാസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ക്യാഷ് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ വരുന്നുണ്ടോ? ബിക്കോസ് ക്രെഡിറ്റ് ആണ്. കറൻ്റ്ലി ദാറ്റ് ഗുഡ്സ് വെയർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. സോ വിച്ച് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്? സെയിൽസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. സോ പേഴ്സണൽ അക്കൗണ്ട് എളുപ്പമാണ്. നിങ്ങൾ ഈ ഗോൾഡൻ റൂൾ മറക്കാതിരിക്കുക, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. സോ അടുത്ത ബോക്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.